ഏഷ്യൻ സാമ്പത്തിക ശക്തിയായ ജപ്പാന്റെ ഔദ്യോഗിക കറൻസിയായ യെൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലൂടെയാണ് കടന്നുപോകുന്നത്. ജപ്പാനീസ് സാമ്പത്തിക വ്യവസ്ഥയെ വീണ്ടെടുക്കാൻ ഒടുവിൽ അമേരിക്കക്ക് നേരിട്ട് ഇടപെടേണ്ടി വന്നിരിക്കുന്നു. ആഗോള വിപണിയെ ഉലച്ച ഈ പ്രതിസന്ധി ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ ജപ്പാന്റെ കറൻസി തകർന്നടിയാൻ പ്രധാനമായും 3 കാരണങ്ങളാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പ്രധാനമായും വലിയ പലിശ നിരക്ക്, അതായത് ജപ്പാൻ വർഷങ്ങളായി വളരെ കുറഞ്ഞ പലിശ നിരക്കിലാണ് പിന്തുടരുന്നത്. എന്നാൽ അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുത്തനെ കൂട്ടി. ഇതോടെ നിക്ഷേപകർ ജപ്പാനിൽ നിന്ന് പണം പിൻവലിച്ച് അമേരിക്കയിലേക്ക് മാറ്റി. ഇത് യെൻ കറൻസിയെ തളർത്തിയെന്നതാണ്. മറ്റൊന്നാണ് ഇറക്കുമതി ചെയ്ത പണപ്പെരുപ്പം. ഇന്ധനത്തിനും ഭക്ഷണത്തിനും ജപ്പാൻ പ്രധാനമായും മറ്റു രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. യെൻ ദുർബലമായതോടെ ഇറക്കുമതി ചെലവ് കുത്തനെ കൂടി. ഇത് രാജ്യത്ത് വൻ പണപ്പെരുപ്പത്തിന് വഴിവെച്ചു. മറ്റൊന്നാണ് വൻകിട സാമ്പത്തിക കടം. സ്വന്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 250% കടത്തിലാണ് ജപ്പാൻ. പലിശ നിരക്ക് വർദ്ധിപ്പിച്ച് രൂപയുടെ മൂല്യം കൂട്ടാൻ ശ്രമിച്ചാൽ ഈ കൂറ്റൻ കടത്തിന്റെ തിരിച്ചടവ് രാജ്യത്തെ പൂർണ്ണമായി തകർക്കും എന്നതാണ് ജപ്പാന്റെ പ്രധാന വെല്ലുവിളി. ഈ ഘട്ടത്തിലാണ് ജപ്പാനീസ് യെന്നിനെ താങ്ങി നിർത്താൻ ഡോളറുമായി രംഗത്തിറങ്ങാൻ അമേരിക്ക നിർബന്ധിതരായത്. എന്നാൽ ഈ ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. ആഗോള വിപണിയിലെ ഈ ഉലച്ചിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലും താൽക്കാലിക ആഘാതം സൃഷ്ടിക്കും. മറ്റൊന്നാണ് വിദേശ നിക്ഷേപം. ഏഷ്യൻ വിപണികളിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ വിദേശ നിക്ഷേപകർ വളർത്തുന്ന വിപണിയെ ഇന്ത്യയിലേക്ക് കൂടുതൽ പണമൊഴുക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് ഇറക്കുമതിയും കയറ്റുമതിയും. ജപ്പാനിലേക്ക് വസ്തുക്കൾ കയറ്റി അയക്കുന്ന ഇന്ത്യൻ കമ്പനികളുടെ ലാഭത്തെ യെന്നിന്റെ തകർച്ചയെ ബാധിച്ചേക്കാം. എന്നാൽ ജപ്പാനിൽ നിന്നുള്ള യന്ത്ര സാമഗ്രികളുടെ ഇറക്കുമതി ചെലവ് കുറക്കാനും ഇത് കാരണമാകും.